കൂട്ടാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും ചുറ്റുപാടുകളിലും കാണുന്ന പല കാര്യങ്ങളും പല വാർത്തകളും നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നില്ലേ? ഇത് നമ്മളെ എങ്ങനെയൊക്കെയാണ് മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഇതിപ്പോൾ ടീച്ചർ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി എടുക്കുന്നു. അപ്പോൾ ഈ വണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്ത വരുന്നു, ഓക്കെ, ഞാൻ ഒരു യാത്ര ആരംഭിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി വരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നു, വണ്ടി എടുക്കുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ തലേ ദിവസവും അല്ലെങ്കിൽ അതിനോട് മുൻപുള്ള ഒരു 2-3 ദിവസങ്ങളായിട്ട് എപ്പോഴും തന്നെ വാഹന അപകടങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പോയ ആ റൂട്ടിൽ തന്നെ അപകടങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് കേൾക്കുന്നു. അങ്ങനെ ഒരു കൂടുതൽ അപകടങ്ങളുടെ ഒരു ഇൻസിഡൻസ് നമ്മുടെ ആ തോട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വണ്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയല്ല, മാനസിക അവസ്ഥയല്ല ഉണ്ടാകുന്നത്, അല്ലേ? അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ കോൺഷ്യസ് ആകുന്നു. അപ്പം ഈ ഒരു കൂടുതൽ കോൺഷ്യസ് ആകുമ്പോൾ അത് 2 രീതിയിലാണ് സൈക്കോളജിക്കലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്നതൊരു ആങ്സൈറ്റിയിലേക്ക് പോകുന്നു, ഒന്ന് കൂടുതൽ അത് നമ്മൾ വിജിലൻ്റ് ആയിരിക്കാനായിട്ട് ജാഗ്രതയിലേക്ക് പോകുന്നു. അപ്പം ഞാൻ ഈ ഉദാഹരണം ഇവിടെ പറയാനായിട്ട് കാരണം ഇതുപോലെ തന്നെയാണ് ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകളെക്കുറിച്ചും സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ മനുഷ്യ മനസ്സ് മഥനം ചെയ്യുന്നത്. നമുക്കെപ്പോഴും നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വിജിലൻസ് ആവശ്യമാണ്. പക്ഷേ ഒരു ഹൈപ്പർ വിജിലൻസ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ളൊരു ജാഗ്രത നമ്മളെ ഓരോരുത്തരെയും ആങ്സൈറ്റിയിലേക്ക് നയിക്കും, അതായത് ഒരു ആകുലതയിലേക്ക് നയിക്കും. ഈ ആകുലത നമ്മിൽ തങ്ങി നിൽക്കുന്ന ഒരു സമ്മർദ്ദമായിട്ട് തീരുന്നു. അമിതമായ സമ്മർദ്ദം ഫിസിയോളജിക്കലി, അതായത് നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ വാർത്തകൾ നല്ലതാണ്, ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അറിയേണ്ടത് നല്ലതാണ്. പക്ഷേ അമിതമായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായ ജാഗ്രത അല്ലെങ്കിൽ ജാഗ്രത ചെയ്യാനുള്ള നിർദ്ദേശം നമ്മുടെ മനുഷ്യ മനസ്സിനെ നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തികളെയൊക്കെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ പോലും തെളിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ടീച്ചർ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലും ചിലപ്പോൾ ഗാർഹിക പീഡനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വർഗീയ വിദ്വേഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളായിരിക്കാം, മയക്ക് വസ്തുക്കളുടെ കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ ജീവിതത്തിൻ്റെ പല തുറകളിലുമുള്ളവർ അനുഭവിക്കുന്നതും അനുഭവിക്കാൻ സാധ്യതയുമുള്ള ആയിട്ടുള്ള ഒത്തിരി നെഗറ്റീവ് അനുഭവങ്ങളെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പറയുകയാണ്. പറഞ്ഞപ്പോഴാണ് വാർത്തകളുടെ ഒരു കടന്നുകയറ്റമാണിന്ന്. വാർത്തകൾ ഒരു എന്താ പറയുക, സ്വതന്ത്രമായിട്ടുള്ളൊരു ഒഴുക്ക് എന്നൊക്കെ പറയാം. അതായത് പലർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാനുള്ള അതായത് ഒരു പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ വാർത്തകൾ ഒരു സ്വാതന്ത്ര്യം, ഒരാൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അത് വേണ്ടതാണ്. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ ഇന്നത്തെ സമൂഹത്തിൻ്റെ പോക്ക്? തീർച്ചയായും ഒരു മാനസികാരോഗ്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു 2 ഡയമെൻഷൻ ഉണ്ട്. തീർച്ചയായിട്ടും വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനായിട്ട് വീണ്ടും വീണ്ടും ആൾക്കാരോട് നിർദ്ദേശിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവരെ കാർന്നു തിന്നുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ വൈകാരികമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു കയറുന്ന രീതിയിലേക്ക് ചില സംഭവങ്ങളെ പൊലിപ്പിച്ച് പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വശത്ത് മേ ബി ചിലപ്പോൾ മാധ്യമങ്ങൾക്കൊരു റേറ്റിംഗ് കിട്ടുവാനോ അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സിന് ഉണ്ടാകുവാനോ വേണ്ടിയിട്ടായിരിക്കാം അതിനെ കുറച്ചുകൂടി വിപുലീകരിക്കുന്നത്. നമ്മൾ പറയുന്ന ചില വാർത്തകളെ നാടകീയമാക്കുന്നു.
ശരിക്കുമുള്ള വാർത്ത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അതിനെ വിസ്തൃതമാക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ടാകേണ്ട ഒരു മാനസിക വ്യാപാരം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ എന്തും പറയുവാനും എന്തും ചെയ്യുവാനുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ അത് മനുഷ്യൻ്റെ അനുദിന ജീവിതത്തെ കടന്നു കയറുന്ന രീതിയിലേക്ക് പോകാതിരിക്കാനായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എത്രമാത്രം എന്നെ ഈ വാർത്ത സ്വാധീനിക്കണം എന്നുള്ളതിന് ഒരു നേർരേഖ വരയ്ക്കേണ്ടതും അതിർവരമ്പുകൾ കൽപ്പിക്കേണ്ടതും അത് കേൾക്കുന്ന മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് കൃത്യമായ ചില വാർത്താ ചാനലുകളുടെ കൂടെയാണ് നമ്മൾ പല കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. കൃത്യമായ രീതിയിലാണ് പലതും അറിഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് മാധ്യമരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടുകൂടി ആർക്കും ഒരു എന്താ പറയുക, എന്തും പറയാം, അല്ലെങ്കിൽ എന്ത് വാർത്തകളും പ്രചരിപ്പിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ സോഷ്യൽ മീഡിയയുടെ ഈ അമിതമായ ഉപയോഗം തന്നെ നമ്മളെ പല രീതിയിലും ബാധിക്കുന്നില്ലേ? ഈ ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള കുറേ വാർത്തകൾ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും സംഭവിച്ചൊരു സംഭവ വികാസങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യനെ, മനുഷ്യ ജീവിതത്തെ, പ്രകൃതിയെ അല്ലെങ്കിൽ മാനുഷിക വ്യാപാരങ്ങളെയെല്ലാം നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, അതായത് ഒരു നിഷേധാത്മകമായിട്ട് അമിതമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വരുന്ന വാർത്തകളും അതിനോട് അനുബന്ധിച്ച് അത് കേൾക്കുകയും കാണുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രേക്ഷകരുടെ ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഈ ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ എന്തും പറയാം, എന്തും ഞങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് ഇപ്പോൾ കുറച്ച് ദുരുപയോഗം ചെയ്യുന്നത് തന്നെയാണ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും വ്യൂവേഴ്സിന്, അതായത് എത്രമാത്രം പ്രേക്ഷകരെ കിട്ടുന്നു, എത്രമാത്രം കമൻസ് അതിൻ്റെ അകത്ത് വരുന്നു, ഇതെല്ലാം ഒരു ബിസിനസ്, നമ്മൾ പറഞ്ഞൊരു വ്യാപാരവൽക്കരിക്കപ്പെടുന്ന ഒരു ആഗോള കമ്പോളത്തിലേക്കൊക്കെ ഇത് ഗുണനിലവാരം താന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തരെയും അവനവനിലുള്ള ആ റിസോഴ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു കടമയും കർത്തവ്യവുമാണ് നമുക്കുള്ളത്. കാരണം ഞാൻ കാണുന്ന ഒരു മേഖലയെ പൂർണ്ണമായിട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ അതിന് അടിമയാണ്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ, സംഭവ വികാസങ്ങളെ മുഴുവനും ഒരു ദിവസം മുഴുവനും നമ്മൾ പറയുന്നത് ഭക്ഷിക്കുന്ന ഒരാളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്, ഈ ഹോർമോൺ ഇൻബാലൻസസ് വരുമ്പോൾ നമുക്കറിയാം രോഗങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഡൂം സ്ക്രോളിങ്ങിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരിൽ അമിതമായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നടുവേദന, കഴുത്തുവേദന. അപ്പോൾ പലപ്പോഴും ഈ ഓർത്തോപീഡീഷ്യനെയും അതുപോലെ തന്നെ ജനറൽ ഫിസിഷ്യനെയൊക്കെ കാണുന്ന രോഗികളിൽ പലരോടും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, അമിതമായിട്ടുള്ള ഇതുപോലെ നെഗറ്റീവ്, നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു നിർത്താനായിട്ട് നോക്കുക എന്നുള്ളത്. ഇത് നിർത്തുക എന്നുള്ളത് നമ്മളായിട്ട് സ്വയം എടുക്കേണ്ട തീരുമാനമാണ് അല്ലേ? ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, അതായത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കണ്ടാൽ മതി, നമ്മൾ കേട്ടാൽ മതി അല്ലേ? അത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ചർച്ചയുടെ പ്രധാന ഭാഗമെന്ന ഒരു രീതിയിൽ നമ്മളും ആലോചിക്കേണ്ട ഒരു കാര്യം, ശരിയാണ്, ഒരു കടലിനെ മുഴുവൻ വറ്റിക്കാൻ നമുക്ക് സാധിക്കില്ല അല്ലേ? അപ്പോൾ കടലിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം കടലിലേക്ക് ഇറങ്ങണമെന്ന് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇറങ്ങണമെന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവിടെ ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം, ഇതിനെ എത്രമാത്രമാകണം എന്നുള്ളത് ബൗണ്ടറീസ് ആൻഡ് ലിമിറ്റ്, ടൈം ലിമിറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇടയ്ക്ക് വരുന്ന ചില ക്ലയൻസിൽ ഞാൻ കണ്ടിരിക്കുന്ന കാര്യം, കൂടുതലും പ്രശ്നം മാത്രമായിട്ട് വരുന്നുണ്ടോ? വരുന്നവരുണ്ട്. പക്ഷെ അവർക്കറിയില്ല ഇവർ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കൂടുതലും ഈ ഒരു റിട്ടയേർഡ് ജീവിതം നയിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലേക്ക് ഇറങ്ങിയോ അല്ലെങ്കിൽ വീട്ടിലോ ഒത്തിരി കാര്യമായ കാര്യങ്ങൾ ചെയ്യാനായിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം TV ഓൺ ചെയ്യുന്നു, വാർത്തകൾ കാണുന്നു, ചാനലുകൾ മാറ്റി മാറ്റി വെക്കുന്നു,
ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഗാർഹിക പീഡനം തന്നെയായിരിക്കും, നമുക്കറിയാം ശരിയാണ് അതവിടെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് വസ്തുതാനിഷ്ഠമായിട്ട് പറഞ്ഞ ഒരു കാര്യം കാണും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ സാധ്യതകൾ ഏറെയാണ് എന്നുള്ള രീതിയിലുള്ള ചില പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, ഓക്കെ, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരു ജീവിതത്തിലാണ് ഞാനും അടിപ്പെട്ടു പോയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും ഇതൊക്കെയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഏത് പ്രായക്കാരെ അത് കൂടുതൽ ബാധിക്കുന്നത്? നമുക്ക് ഓരോ പ്രായക്കാരെയും ബാധിക്കുന്ന ആ സെൻസേഷണൽ കാര്യത്തിന് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മതവിദ്വേഷത്തെക്കുറിച്ചൊക്കെ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടുതലും പ്രായമായവരിലാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഒരു എൽഡർലി ജനത അല്ലെങ്കിൽ ഒരു എൽഡർ സിറ്റിസൻസിലൊക്കെയാണ് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആവലാതികൾ കൂടുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടാവുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സമയത്തുണ്ടായ ചില ചേഞ്ചുകൾ, പ്രത്യേകിച്ച് ഫാഷൻ ആൻഡ് ട്രഡീഷൻസ്, അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാകുന്ന വേവലാതികൾ കൂടുതലും യങ്സ്റ്റേഴ്സിനാണ് ഉണ്ടാകുന്നത്. അക്കാഡമിക്കൽ കാര്യങ്ങൾ, കരിക്കുലം കാര്യങ്ങളെക്കുറിച്ചുള്ള അതുപോലെ തന്നെ ചില ഗെയിമുകൾ, അതിനെക്കുറിച്ചുള്ള ചില നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാകുന്നത് കൂടുതലും കുട്ടികളിലാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടുക്കിയിൽ വന്ന ഒരു കുട്ടിയുടെ ഒരു പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായത്, കുഞ്ഞ് കണ്ട ഒരു ഗെയിമിൽ അതിൽ പറയുന്നൊരു കാര്യം, കുട്ടികൾ സ്വസ്ഥമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കുട്ടികളെ പിടിക്കാനായിട്ട് ആൾക്കാർ വരുന്നു. അതുപോലെ തന്നെ ചില ഡിജിറ്റൽ യന്ത്രങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ബ്രെയിനെ വാഷ് ചെയ്യുന്നു, അവർക്ക് അവരുടെ ഓർമ്മകളെയൊക്കെ മാറ്റിക്കളയുന്നു. അപ്പം ഇതുപോലെയുള്ള 2-3 ഒരു സാമ്യമുള്ള ചില ഗെയിമുകളായി കുഞ്ഞുങ്ങൾ കളിച്ചതും അതിനോട് ഇടപെട്ടത് ഈ കുട്ടി. അപ്പോൾ കുട്ടിയിൽ വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ മാതാപിതാക്കളെ ഞാൻ മറന്നു പോകുമോ, എനിക്കിനി സ്കൂളിൽ പോകാൻ പറ്റാതെ വരുമോ, എൻ്റെ ബ്രെയിനിൽ എനിക്കൊന്നും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമായിട്ടാണ് കുട്ടി വരുന്നത്. അപ്പോൾ സ്കൂളിൽ പോകാൻ മടി. അപ്പം നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ക്രീനിങ് ആണ് കുഞ്ഞ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കുട്ടിയെ നമ്മൾ അതിൽ നിന്ന് മാറ്റേണ്ടതായിട്ട് വരും, റിയാലിറ്റി ഓറിയൻറ്റേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു റിയാലിറ്റി ഓറിയൻറ്റേഷനിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമാണ്. അവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ മാതാപിതാക്കളുടെ നെഗറ്റിവിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. നമ്മൾ പറഞ്ഞു ഈ അടുത്ത കാലം വരെ, ഇപ്പോഴും ഉണ്ട് എങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ അതിന് മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പല സീരിയലുകളും നമ്മുടെ വീടുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള പ്രമേയങ്ങളാണ്. അതായത് വീടുകളിൽ അവർക്കുണ്ടാകുന്ന വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രഹസന രീതികൾ. കുറച്ചൊരു പ്രായമായ ആളുകളിലാന്ന് തോന്നുന്നു അല്ലേ, അവരവരുടെ ജീവിതവുമായി അതിനെ കൂട്ടിയിണക്കിയിട്ട് പിന്നെ ഇത് ഇങ്ങനെയാണോ എൻ്റെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും ഉണ്ടായിരിക്കുന്നത് ഒരു നെഗറ്റീവ്, നമ്മൾ പറയുന്ന ഒരു വിഷവിത്താണ്, ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞു വിടുന്നത്, ഇല്ല, നിങ്ങൾ ഇതൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കാണാനുണ്ട്, കുട്ടി ഈ ഒരു ഗെയിമിൽ മാത്രം നിങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല, കളിക്കാനായിട്ട് പുറത്തേക്ക് പോകണം, നിങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലായിടത്തും തന്നെ ഈ നെഗറ്റീവ് വശങ്ങൾ വന്നിരിക്കുവാണ്. സിസ്റ്റർ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ ആലോചിച്ചത്. അതായത് ഞാനൊരു ചെറിയ പ്രായത്തിൽ ഒരു സിനിമയിൽ കണ്ടതാണ്, ഈ ഒമിനി വാനിൽ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സീൻ. ഇതിന് ശേഷം എനിക്കിത് എവിടെ കണ്ടാലും ഒരു പ്രായം വരെ എനിക്ക് പേടിയായിരുന്നു. ഒരു ദിവസം ഒരു സ്ഥലത്ത് അച്ഛൻ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ ഈ വണ്ടി കണ്ടിട്ട് അവിടെ നിന്ന് കരഞ്ഞു.
പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് അന്നൊരു സിനിമയിലൂടെ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ കുട്ടികളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരൊരു സോഷ്യൽ മീഡിയയുടെ ഒരു ഇതിൽ ആ ഒരു ചുറ്റുപാടിലാണ് അവർ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അവർക്ക് എത്രമാത്രം ഈ ഒരു പ്രശ്നങ്ങൾ അവരെത്രമാത്രം അഭിമുഖീകരിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അത് ഇപ്പം ടീച്ചർ പറഞ്ഞത് വളരെ വലിയൊരു സത്യമാണ്. ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള കുഞ്ഞുനാളിലെ ചില പേടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കുട്ടികളുടെ മനസ്സ് നമ്മൾ അറിയണമെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് നേരം ഇടപെട്ട് കഴിയുമ്പോഴത്തേക്കും അവർ പറയുന്ന ഇപ്പോഴത്തെ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടുപേരുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഒരു സെഷൻ നമ്മൾ നടക്കുന്ന ഒരു സമയത്ത് അതിനുശേഷം കുട്ടിയെ വിളിച്ചു സംസാരിച്ചപ്പോഴത്തേക്ക് കുട്ടി പറയുന്ന കാര്യമാണ്, ഇപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോകുവാണെങ്കിൽ വേറൊരു അച്ഛനെ അല്ലെങ്കിൽ വേറൊരു ഭർത്താവിനെ അമ്മയ്ക്ക് കിട്ടും. ആ ഭർത്താവ് ചിലപ്പോൾ എന്നെ വേറെ ആർക്കെങ്കിലും വിൽക്കും, അയാൾക്ക് പൈസ കിട്ടും, അവർക്ക് ആ പൈസ കൊണ്ട് ഇവർക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും, എന്നെ ചോദിക്കാനും പറയാൻ ആരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇത്രയും ഈ കുട്ടി ഒരു 10 വയസ്സുകാരൻ ഇത്രയും പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എവിടുന്ന മോൻ ഇത് മനസ്സിലാക്കിയത്. സോ പിള്ളേർ ഇതിൻ്റെ പല സിനിമകളിൽ നിന്നായിരിക്കാം, സീരിയലുകളിൽ നിന്നായിരിക്കാം, ഇവൻ ചില ഗെയിം പോലും ഈ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് വേറൊരാൾ എൻ്റെ മുൻപിൽ വന്ന് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സംസാരിക്കാനുള്ള ഒരു റോളില്ല, എനിക്ക് പിന്നെ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല, എൻ്റെ ജീവിതം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം കഴിയുവാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നന്നായിട്ട് പഠിക്കുന്നത്, എന്തിനാ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നത്, ഞാൻ എന്തിനാ നല്ല കുട്ടിയായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ കുട്ടികളിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാകുന്ന ഡിപ്രഷൻ കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾക്ക് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലം, അതായത് നമ്മൾ സൈക്കോ സോഷ്യൽ ഇഫക്റ്റ് ഓഫ് ഡിപ്രഷൻ എന്ന് പറയും. ഒരു വിഷാദ രോഗത്തിലേക്കോ അല്ലെ വിഷാദ അവസ്ഥയിലേക്കോ നമ്മളെ നയിക്കുവാനായിട്ട് ചില സാഹചര്യങ്ങൾക്ക് ചില സംഭവങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ട്രാൻസ്മിറ്ററുകൾ, അത് കെമിക്കൽസാണ്. ആ കെമിക്കൽസിൻ്റെ ഇംബാലൻസ് കൊണ്ടും നമുക്കങ്ങനെ ഒരു ഡിപ്രസീവ് ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോകാം. പക്ഷേ ഈ ഒരു കെമിക്കൽസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം നമ്മൾ നമ്മുടെ സന്തോഷം റെഡ്യൂസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള കടന്നുകയറ്റം ഒരാളെ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനൊരു കേസ് ഓർക്കുകയായിരുന്നു. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാനസികമായിട്ട് കുറച്ച് ഒരു വിഷാദത്തിൻ്റെ ഒരു അനുഭവമുള്ള ഒരാളാണ്, ഒരു ബൈപോളാർ ഡിസോർഡർ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിനൊരു ചെറിയ വിഷാദത്തിൻ്റെ സിംറ്റംസ് കാണുമ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം ജോലിയിൽ നിന്ന് ഒന്ന് റിസൈൻ ചെയ്തിട്ട് വന്ന് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് വീട്ടിലൊരവസ്ഥയിൽ വേറെ ആരും അദ്ദേഹത്തോട് സംസാരിക്കാനൊന്നുമില്ല. രാവിലെ ബാക്കി എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രിയിലേ എല്ലാവരും വരുള്ളൂ. രാത്രിയിൽ വന്നു കഴിഞ്ഞാലും എല്ലാവരും അവനവൻ്റേതായിട്ടുള്ള സമയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ സംസാരിക്കാൻ ആരുമില്ല. ഇയാൾ ഉള്ളിലേക്ക് തിരിഞ്ഞു, റൂമിലേക്ക് വന്നു. പിന്നീട് ഇദ്ദേഹം ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതലായി. അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചുള്ള കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ, ചിലപ്പോൾ ഞാൻ എൻ്റെ മരുന്നൊക്കെ കഴിച്ച് കുറച്ചുകൂടിയൊക്കെ എൻ്റെ ചുറ്റുപാടുകളും എൻ്റെ കൂടെയുള്ളവരൊക്കെ ആയിട്ട് ഇൻ്ററാക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ അത്രയും വലിയൊരു ഡിപ്രഷനിലേക്ക് പോവില്ലായിരുന്നു. കാരണം ആ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ടൈം കൂടിയത് കൊണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് ഒരു മേജർ ഡിപ്രഷനിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം. ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം അതൊന്ന് നിയന്ത്രിക്കേണ്ടതല്ലേ? കാരണം ഒരു ചെറിയ വാർത്തയെ പോലും വളച്ചൊടിച്ച് എത്രമാത്രം അതിനെ വികൃതമാക്കാൻ പറ്റുമോ, നെഗറ്റീവ് ആക്കാൻ പറ്റുമോ, അത് മനുഷ്യരിലേക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് എന്താ സിസ്റ്ററുടെ ഒരു അഭിപ്രായം? നമുക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചാനൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 24 മണിക്കൂറും അതിൻ്റെ പരിപാടികൾ ഓടിക്കൊണ്ടിരിക്കേണ്ടതാണ്. ആ ഒരു രീതിയിൽ ആ ധർമ്മം അവർ നടത്തിക്കൊണ്ടുപോകും. പക്ഷേ അവിടെ നമുക്ക് ഓരോരുത്തർക്കുമാണ് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ബൗണ്ടറീസ് വയ്ക്കുക. നമ്മുടെ വീടുകളിലാണെങ്കിലും ഈ വാർത്തകൾ വച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മളൊന്ന് നിഷ്ഠപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പം ചില വീടുകളിലൊക്കെ ചില വീട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയേക്കുന്ന കാര്യം, ചിലപ്പോൾ വീട്ടമ്മമാർ അടുക്കളയിലെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പക്ഷേ പലപ്പോഴും പ്രായമായ മുതിർന്ന ആണുങ്ങളിലാണ്
കൂടുതൽ ഗൃഹനാഥന്മാരിലാണ് കൂടുതലും ഈ ടി വി ഓൺ ചെയ്ത് അതിലുള്ള മുഴുവൻ വാർത്തയും കേൾക്കും. അതെ അതെ അവിടെ പരസ്യമാകുമ്പോൾ വേഗം ആ ടി വി ഓഫ് ചെയ്തിട്ട് പത്രം എടുക്കും. അപ്പോൾ പത്രത്തിൽ ഓരോ കാര്യങ്ങളും കാണും. അപ്പം ഇതിവർ ഓരോ ദിവസവും നമ്മൾ പറയുന്ന ബ്രെയിൻ്റെ ഫീഡാണിത്. അപ്പം ഇത് തന്നെ കണ്ടും കേട്ടും ഇരിക്കുവാണ്. അപ്പം നമ്മുടെ വീടുകളിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നൊരു കാര്യം, ഓക്കെ, വാർത്തകൾ കാണണം, ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം, അതിനൊരു ടൈം ബൗണ്ടറി വെക്കണം. അതെ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുത്താൽ മതി. കാണുന്നു, നമുക്ക് നമ്മളത് കണ്ടു, ഓക്കെ, ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതിൻ്റെ ബാക്കി പൊടുപ്പും തൊങ്ങലും അടുത്ത ചാനലിൽ എന്താണ് പറഞ്ഞത് എന്ന് പറയാനായിട്ട് ഒത്തിരി കേട്ടിരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കണ്ടു, ഓക്കെ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇൻ്ററാക്ഷൻസ് ആണ്. ഫാമിലിയിൽ ഇപ്പോൾ ഇൻ്ററാക്ഷൻസ് കുറഞ്ഞു. അതെ അതെ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ, കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള സമയം ഉണ്ടാകണം. ഇതുപോലെ തന്നെ സൗഹൃദ ക്ലബ്ബുകൾ, ഞാൻ പറയണ ഒത്തിരി ദൂരേക്കൊക്കെ പോയി എല്ലാവരും കൂടിയിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മതപരമായിട്ട് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം അമ്പലങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇടങ്ങളിൽ പോയി വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയമെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ഓരോരുത്തർക്കും അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ടൈം സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ എൽഡർലി പീപ്പിൾ, അവർക്ക് ഇപ്പോൾ രാവിലെ കുറച്ച് സമയം ഒന്ന് നടക്കാനായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ടി വി വെക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് മൊബൈൽ എടുക്കുക, കമ്പ്യൂട്ടർ എടുക്കുക, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ടൈം സെറ്റ് ഉണ്ട്. അതിൽ ഇപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യാനുണ്ട്, അല്ലെ മെഡിറ്റേഷന് സമയമെടുത്തു, കുറച്ച് നടക്കാനായിട്ട് സമയമെടുത്തു, വീട്ടിലേക്കുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സമയമെടുത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ പറയുമ്പോൾ അത് ചില വ്യക്തികളിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശത്തുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിലൂടെ ഉൾക്കൊണ്ടു പോയതല്ല, അല്ലെങ്കിൽ ഞാൻ അതിലൂടെ കടന്നു പോയതല്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറഞ്ഞ ഡിമാർക്കേഷൻ. അപ്പോൾ നടന്ന സംഭവങ്ങളും ഞാനും എൻ്റെ ജീവിതവും തമ്മിൽ വേർതിരിച്ച് കാണാനുള്ള ഒരു മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനായിരിക്കുന്ന സ്ഥിതിയിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരു ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ വീട്ടിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാണ്. ഇപ്പോൾ വിശ്രമിച്ചിരിക്കുക, അല്ലെ ഒരു വിശ്രമ ജീവിതം നയിക്കുന്ന എൻ്റെ അച്ഛൻ, ആള് ഒരു ചെറിയൊരു പ്രഷറും ഷുഗറും ഇങ്ങനെയുള്ള ഒരു അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ നിരന്തരമായുള്ള ഈ സോഷ്യൽ മീഡിയ മൊബൈലിൽ കാണുന്ന, അപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് അച്ഛൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേൾക്കുന്നത് മുഴുവൻ പലതരത്തിലും പലരും പറഞ്ഞ അഭിപ്രായങ്ങളാണ്. ഇതെല്ലാം ആള് പരീക്ഷിച്ച് നോക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ, ഇതിനോട് നമ്മൾ വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കണമെന്നില്ല. ഇത് കാണുന്നത് ഇതിൻ്റെ ദോഷങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക, മാനസികമായിട്ടുള്ള തലത്തിൽ, അല്ലെങ്കിൽ അവർ ഒരു ക്ലിനിക്കലി അവരെ ഇതിനോട് ആ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതല്ലേ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ക്ലബ്ബുകൾ മുഖേന ചില അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ചില പ്രോഗ്രാമുകളൊക്കെ കൊടുക്കുന്ന ഇതിന് നല്ലതാണ്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അവരുടെ റേറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവനവനെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മളൊരു ചെറിയ കൂട്ടങ്ങളായിട്ട് തുടരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകരിലും ഉണ്ടാകേണ്ട ഒരു മാറ്റം, കുറച്ചെങ്കിലും സമയം മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള ചില സമയങ്ങൾ, അതായത് മനുഷ്യരെ തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു സമയമുണ്ടാവുക. പിന്നെ മനസ്സിലാക്കുക, ഇതിന് അല്ലെങ്കിൽ ഈ ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അതിന് ഈ ഒരു സമയം എന്നിൽ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കില്ല. അപ്പം ഏറ്റവും നല്ല നമ്മളൊരു ഡെയിലി സ്കെഡ്യൂൾ ഉണ്ടാക്കുന്നതാണ്. മുഴുവൻ സമയം ടി വിയുടെ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ മുൻപിൽ ഇരിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥിക്കാൻ സമയം വേണം, ഭക്ഷണം കഴിക്കാനായിട്ട് സമയം വേണം, ചില ജോലികൾ ചെയ്യാനായിട്ട് സമയം വേണം. അങ്ങനെ ഒരു ദിവസത്തെ വേർതിരിച്ചെടുക്കുക. ആ ഒരു സമയത്ത് ഒരു നമ്മൾ പറയുന്ന ഡെയിലി സ്കെഡ്യൂളിലൊരു കമ്പാർട്ട്മെൻറ്റൈസേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ടും പരമപ്രധാനമായിട്ടും ഇവിടെ ചെയ്യാനുള്ളൊരു. നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായത് മാത്രം നമ്മൾ കാണുക, തിരഞ്ഞെടുക്കുക, അതിനെ നമ്മുടെ വീട്ടുകാരും പ്രോത്സാഹിപ്പിക്കുക. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.
ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.